ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വികാരമാണ് പ്രണയം. പ്രണയിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. ഒരിക്കലെങ്കിലും നമുക്ക് ഒരാളോട് ആത്മാർത്ഥമായിട്ടൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ചിലരൊക്കെ തുറന്നു പറയും, എന്നാൽ ചിലരത് തുറന്നു പറയത്തേ ഇല്ല. ഇനി നിങ്ങൾക്ക് ഒരാളുടെ പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി ആണോ, അതായത് അത് വെറുതെ ഒരു ക്രഷായിട്ട് തോന്നിയതാണോ, അതോ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയതാണോ? ഇങ്ങനെ ഒരു സംശയം നിങ്ങളുടെ തന്നെ ഉള്ളിൽ പലതവണ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും ക്രഷ് ആയിട്ടാണോ, അതോ അത് റിയൽ ലവ് ആണോ? ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനുള്ള ഒരു 8 ടിപ്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. നമുക്ക് പലർക്കും ഒരാളെ കാണുമ്പോഴത്തേക്കും ഇഷ്ടം തോന്നാറുണ്ട് അല്ലേ? ചിലർക്കത് ലൈഫ് ലോങ് അവരുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് വേണം എന്നുള്ള രീതിയിലായിരിക്കും തോന്നുക. ചിലർക്കാണെങ്കിലോ വെറും ക്രഷ് ആയിട്ടായിരിക്കും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്രഷ് ആയിട്ടാണെങ്കിൽ വെറും 2 അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും അത് പോയിട്ട് അടുത്ത ആളോടായിരിക്കും ആ ഒരു തോന്നൽ ഉണ്ടാവുക. മെയിൻ ആയിട്ട് ബോയ്സിനാണ് ഫസ്റ്റ് ആയിട്ട് ഒരാളെ കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുക. അതായത് ഒരാൺകുട്ടി ഒരു പെൺകുട്ടിനെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും അവൻ ഇഷ്ടമാകും. അവൻ വേറെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, നേരെ പോയിട്ട് പ്രപ്പോസ് ചെയ്യും. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെൺകുട്ടികൾ. അവര് ഒരു ആൺകുട്ടിനെ കാണുകയാണെങ്കിൽ അവർക്കങ്ങനെ ഉടനെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലൊരു ഇഷ്ടമൊക്കെ തോന്നും, എന്നിരുന്നാലും അവന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവര് പോയിട്ട് പ്രപ്പോസ് ചെയ്യുക. എന്നാൽ ആദ്യ കാഴ്ചയിൽ, അതായത് നമ്മുടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് വെറും ക്രഷ് മാത്രമാണ്. നിങ്ങൾ കുറെ നാളായിട്ട് ഒരാളെ കാണുന്നു, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആദ്യമേ കണ്ട ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതാണ് റിയൽ ലവ്. വെറുതെ ഒറ്റൊരു കാഴ്ചയിൽ കാണുന്നത് വെറും ക്രഷ് മാത്രമായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേറ്റ് നൈറ്റ് കോൺവെർസേഷൻ ആണ്. നമുക്കറിയാം, പല ലവേഴ്സും രാത്രിക്ക് ഒളിച്ചും പാത്തും ഒക്കെ ഫോൺ വിളിക്കുന്നവരാണ്. എന്നാൽ വെറുതെ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നപ്പോഴത്തേക്കും അത് ഓപ്പൺ ആയിട്ട് ഒരാളോട് സംസാരിക്കണം. അങ്ങനെ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരാള്, അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു ആൺകുട്ടിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ക്രഷ് മാത്രമാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് മൈൻഡ് ഫുള്ള് ഫ്രീ ആകുന്നുണ്ട്, അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എങ്കിൽ അത് റിയൽ ലവ് ആണ്. അതായത് തുറന്നു പറയാൻ വേണ്ടി മാത്രം, അതായത് അവർക്ക് അവരുടെ വിഷമം പറയാൻ വേണ്ടി മാത്രം ഒരാളെ വിളിക്കുകയാണെങ്കിൽ അത് ക്രഷ് ആയിരിക്കും. അല്ലാതെ ആ വിഷമം പറഞ്ഞിട്ട് അവർക്ക് സന്തോഷം, മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് റിയൽ ലവ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തിനെ തന്നെ കാണണം, സംസാരിക്കണം എന്ന് തോന്നലുണ്ടാവുകയാണെങ്കിൽ അത് റിയൽ ലവ് ആയിരിക്കും. അല്ലാതെ കാണുമ്പോൾ കാണുക, അല്ലെങ്കിൽ നേരിട്ട് കാണുവാണെങ്കിൽ മിണ്ടുക, സംസാരിക്കുക, പോവുക, ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ എങ്കിൽ അത് വെറും ക്രഷാണ്. നിങ്ങൾക്ക് ഒരാളോട് എപ്പോഴും കാണാനും അയാളെ എപ്പോഴും വിളിച്ച് സംസാരിക്കാനും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റിയൽ ലവ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈഗോയാണ്. അതായത് നിങ്ങൾ ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാനൊരു മടി, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനൊരു മടി, ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് കയറി മിണ്ടാനൊരു മടി, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് ഈഗോയാണ്, അത് വെറും ക്രഷ് മാത്രമാണ്. എന്നാൽ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് റിയൽ ലവ് ആണ്. അതായത് നിങ്ങൾ ആദ്യമായിട്ടൊരു വ്യക്തിനെ കണ്ടു, ഒന്ന് ചിരിച്ച് സംസാരിച്ച് പോയി, പിറ്റേ ദിവസം ആ ഒരു വ്യക്തിനെ കാണുമ്പോഴത്തേക്കും നിങ്ങളാണ് ഓടി ചെന്നിട്ട് അങ്ങോട്ട് കയറി മിണ്ടുന്നത്, സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ഫോൺ വിളിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ അയാളോടുള്ള ഒരു റിയൽ ലവ് കൊണ്ട് മാത്രമാണ്. അത് റിയൽ ലവ് ആണ്. വിട്ടുകൊടുക്കുന്നത് റിയൽ ലവും, ഈഗോയൊക്കെ വെച്ച് കൊണ്ട് നടക്കുന്നത് അത് വെറും ക്രഷ് മാത്രമാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വഴക്കാണ്, ഫൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വഴക്ക്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവര്, അവർക്കൊരു ചെറിയ കാര്യം മാത്രം മതി വഴക്കിടാൻ വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല, എന്നും കണ്ടു ചിരിച്ച് സംസാരിച്ച് അങ്ങ് പോകുന്നു, പ്രത്യേകിച്ച് വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ അത് വെറും ക്രഷ് മാത്രമാണ്. എന്നാൽ നിങ്ങൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് റിയൽ ലവ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ഫീൽ ആകുകയും നിങ്ങൾ വഴക്കിടുകയൊക്കെ ചെയ്യുന്നത്. ക്രഷ് ആണെങ്കിൽ അങ്ങനെ തോന്നലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുഡ് ലുക്കിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരാളോട് ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാക്സിമം അയാളെ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മേക്കപ്പ് ഒക്കെ ഇടുക, നല്ല ഡ്രസ്സിൽ ഒക്കെ ഒരാളുടെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് വെറും ക്രഷാണ്. എന്നാൽ നിങ്ങൾ മേക്കപ്പ് ഇടാതെയോ അല്ലെങ്കിൽ മുഷിഞ്ഞൊക്കെ പോയി ഒരാളുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ളൊരു റിയൽ ലവ് കൊണ്ട് മാത്രമാണ്. ഇനി
ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. അതായത് ക്രഷായിട്ട് മാത്രമാണ് നിങ്ങൾ ഒരാളെ കാണുന്നത് എങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നല്ല വശം, അതായത് നിങ്ങളുടെ നല്ല സ്വഭാവം, ക്യാരക്ടർ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവിടെ നിങ്ങൾ മോശം വാക്കുകളോ കാര്യങ്ങളോ ഒന്നും പറയത്തില്ല. നിങ്ങൾ അവിടെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത് നിങ്ങളുടെ നല്ല വശം അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾക്ക് അവരോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫേക്ക് ആയിട്ടായിരിക്കില്ല അവിടെ നിൽക്കുക. നിങ്ങൾക്ക് വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി തല്ലൊക്കെ ഉണ്ടാക്കി ആ രീതിയിലായിരിക്കും നിങ്ങൾ പോകുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാമത്തെ കാര്യം. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരാളോട് ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയാളോട് വലിയ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. സംസാരിക്കാനോ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും വലിയ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും തോന്നത്തില്ല. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയാളോടൊരു മിസ്സിങ് ഫീലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അയാളോടുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 8 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.